അഭ്രപാളിയിലെ വിസ്മയത്തിൽ നിന്നും പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു താരകം. കനൽ വഴികളിലൂടെ, കൈതമുള്ളുകൾക്കിടയിലൂടെ, കാറും കോളും നിറഞ്ഞ രാത്രികളിലൂടെ നടന്ന് വെള്ളി വെളിച്ചത്തിന്റെ പ്രഭ ചൂടി നിന്നവൻ. അഭിനയാവേശത്തിന്റെ തീഷ്ണതയിൽ കയ്യും മെയ്യും മറന്ന് കഥാപാത്രത്തോടൊപ്പം ജീവിച്ച കലാകാരൻ. അതായിരുന്നു പ്രിയപ്പെട്ട കലാഭവൻ മണി. നീണ്ട 10 വർഷത്തെ ഇടവേളയുണ്ടായിരുന്നു യൂറോപ്പിലേക്കുള്ള മണിയുടെ യാത്രയ്ക്ക്. ഫസ്റ്റ് സ്ട്രിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷന്റെ യൂറോപ്പിലെ 8 വേദികളിലേക്ക് മണിയെ കൂടെ കൂട്ടുമ്പോൾ മണിമുഴക്കം എന്നല്ലാതെ മറ്റൊരു പേരും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഒക്ടോബറിൽ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം നാട്ടിൽ അതിനുള്ള റിഹേഴ്സൽ ആരംഭിച്ചിരുന്നു. സ്റ്റേജ് ഷോകളും മറ്റും വിദേശ രാജ്യങ്ങളിൽ നടത്തുമ്പോൾ ഇവിടെ എത്തി റിഹേഴ്സൽ ആരംഭിക്കുന്നവർക്ക് മുന്നിൽ ഒരു അത്ഭുതമാവുകയായിരുന്നു കലാഭവൻ മണി. അറിവ് വെച്ച് തുടങ്ങുന്ന ബാല്യങ്ങൾ മുതൽ വൃദ്ധജീവിതങ്ങൾ വരെ മണിയുടെ പാട്ടുകൾ ഏറ്റുപാടി. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മണിയെ പ്രതിഷ്ഠിച്ചിരുന്ന അവർക്ക് അദ്ദേഹത്തിന്റെ വിയോഗം വിശ്വസിക്കാനാകാത്ത ഒന്നായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. മരിച്ചുപോയി. കലാഭവൻ മരിച്ചുപോയിടാ. ആര് കണ്ടേ? ആര്? കലാഭവൻ മരിച്ചുപോയി ഇന്നലെ. ആരാ? ആര്? എന്തിനാ കലാഭവനെ കണ്ണ്? കലാഭവൻ മരിച്ചുപോയിടാ. ആര് കണ്ട പുള്ളിക്ക്? എന്തിനാ? കലാഭവൻ പാട്ട് പാടി മരിച്ചുപോയിടാ. കലാഭവൻ മരിച്ചുപോയിപ്പാ. കലാഭവൻ മരിച്ചുപോയി. സാധാരണക്കാരുടെ ആകുലതകളിൽ മനസ്സിടറുന്ന മണി അവർക്കായി നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതും പരസ്യ പ്രചാരണങ്ങളില്ലാതെ തന്നെ. പ്രവാചക മനസ്സോടെ മരണത്തെ മുൻകൂട്ടി കണ്ട മണി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് നിരവധി തവണ വാചാലനായിട്ടുണ്ട്. അത് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതൊരാളെ എന്താ പറയുക, വളരെ ഫേമസ് ആകുമ്പോഴുള്ള ഒരാളുടെ മേത്ത് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അറിയപ്പെടാത്ത സമയമാകുമ്പോൾ ആരും വരില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല, വീട്ടിൽ സുഖമായിട്ടിരിക്കാം, ഒരൊറ്റ ആളും വരില്ല. ഒരു മനുഷ്യനെ പറ്റി നല്ലത് പറയുന്ന തന്നെ അവൻ മരിച്ചു കഴിയുമ്പോഴാ നല്ല മനുഷ്യനായിരുന്നിട്ട് എന്തൊരു നല്ല മനുഷ്യനാന്നാണ്. പിന്നെ ശല്യത്തിനില്ലേ, അത് പോയി. അപ്പൊ പിന്നെ ഏറ്റവും നല്ല അഭിപ്രായം കിട്ടുന്ന മരിച്ചു കഴിയുമ്പോഴാ എന്തൊരു നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. അപ്പൊ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ കുറച്ച് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പൊ ഇനിയിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടുന്ന് പോയി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിക്ക് ഞാൻ അവിടുത്തെ രോഗികൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊരു ക്യാൻറ്റീൻ പണിതു കൊടുക്കാൻ പോവാണ്. അവർക്ക് നല്ല വെടുപ്പും വൃത്തിയുള്ള ഒരു ഇത്. പിന്നെ എൻ്റെ വീടിൻ്റെ അവിടെ ഞാൻ ഒരു വായനശാല, നാട്ടുകാർക്ക് വേണ്ടി ഒരു 3 നില ബിൽഡിംഗ് വായനശാല പണിതിട്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഒന്ന് വായിക്കാം. ഫ്രീ PSC ഫ്രീ കോഴ്സ്, കമ്പ്യൂട്ടറും അതൊക്കെ പഠിക്കാനും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാടിന് വേണ്ടി ഞാൻ ഇതേമാതിരി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഒത്തിരി ആൾക്കാരെ അറിയില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിലൊക്കെ വലിയ ഫോട്ടോ വരും. ആണിരോഗം സുഖപ്പെട്ടു എന്നുള്ളതൊക്കെ വലിയ ഫോട്ടോ വരും. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സാധനങ്ങളൊന്നും അധികം വന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ അല്ല, നാട്ടിലത്തെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്.